ഹനുമാൻ വന്ന് ഈ പാറ കയ്യിലെടുത്തിട്ട് അടുപ്പ് കൂട്ടുന്നതിന് വേണ്ടി എടുത്തിട്ട് അത് ശരിയാവാതെ എടുത്ത് തിരിച്ചിട്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇതിന് തിരിച്ചിട്ട പാറയെന്ന് പേര് ലഭിക്കാനുള്ള കാരണമെന്നും പറഞ്ഞ് ഐതിഹ്യം പറയുന്നുണ്ട്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് ഇഷ്ടം പോലെ ആളുകൾ വരികയും പോവുകയും എല്ലാം ചെയ്യും ധാരാളമായിട്ട്. പിന്നെ ഈ പട്ടാള ക്യാമ്പിൽ നിന്നെല്ലാം ആളുകൾ വന്ന് ഈ പാറ സന്ദർശിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഞാനിന്ന് വന്നിരിക്കുന്നത് നെടുമങ്ങാട് തിരിച്ചിട്ടപ്പാറ ആഞ്ജനേയ ക്ഷേത്രത്തിലാണ്. തിരിച്ചിട്ടപ്പാറ എന്ന് പറയുന്ന അതിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈ കാണുന്ന വഴിയെ കുറേ കയറി പോകണം നമുക്ക് ആ ഒരു പാറയുടെ മുകളിൽ പോകാൻ. തിരിച്ചിട്ടപ്പാറ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കൂടിയാണ്. ഇപ്പോൾ എന്തായാലും മുകളിലോട്ട് പോയാൽ എൻ്റെ കാഴ്ചകളറിയാം. ബാ, ഇത് കൽപ്പടകളൊക്കെ ഉണ്ട്. ഈ കൽപ്പടകളൊക്കെ കയറി വേണം മുകളിലോട്ട് പോകാൻ. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടപ്പാറയിലേക്ക് കയറി പോവാണ്. ഇതുപോലുള്ള കല്ലുകളാണ്. കല്ലുകളെല്ലാം നല്ല പൊട്ടിച്ചിട്ടേക്കുന്നത് അതുപോലെ കിടക്കുകയാണ്. അപ്പോൾ ട്രക്കിങ്ങിനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല മഴ സീസണൊക്കെ ആണെങ്കിൽ ഇവിടെ വരുന്നുണ്ടെങ്കിൽ നല്ല മനോഹരമായിരിക്കും. ഇപ്പോൾ ഉണക്കായതുകൊണ്ട് എല്ലാം കരിഞ്ഞ് വാടി ഇരിക്കുകയാണ്. പോകുന്ന വഴിയിലൊക്കെ ഇതേപോലെ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ആരോ മാർക്ക് നോക്കി പോവുക. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. ഈ ലൈനും പോസ്റ്റും നോക്കി നടന്നു പോയാലും മതി. ഇവിടുത്തെ പൂജ എങ്ങനെയെന്ന് വെച്ചാൽ ഞായറാഴ്ച, വ്യാഴാഴ്ച, പിന്നെ 1-ാം തീയതി, പിന്നെ പൗർണമി, ഈ 4 പൂജകളാണ് അവിടെ ഉള്ളത്. എല്ലാ ആഴ്ചയിലും ഇത്രയും വരും. അങ്ങനെയാണ് ഈ പാറ അറിയപ്പെടുകയും പിന്നെ ഇന്നും ആഞ്ജനേയ ക്ഷേത്രം, തിരിച്ചിട്ടപ്പാറ ആഞ്ജനേയ ക്ഷേത്രമാണെന്നാണ് ഇന്നും ഇവിടെ നിലവിൽ പേരുകൊണ്ട് വരുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് അവിടെ ശ്രീ മഹാ ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ പോകുന്ന വഴിയിൽ നമ്മളെത്തി. നമ്മൾ വന്നത് ഈ ഒരു വഴിയാണ്. നമ്മൾ ഈ ഒരു വഴിയാണ് വരുന്നത്. വന്ന് ഇതുപോലുള്ള സ്ഥലത്ത് വന്നു. ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഒരു ആരോ മാർഗ്ഗം അങ്ങോട്ട് നടക്കുന്നുണ്ട്. അവിടെ ഒരു വീടുണ്ട്. പക്ഷെ ഇവിടെ ഒരു കുളമുണ്ട്. കിണറാണ്. ഇവിടെ ഒരു കിണറുണ്ട്. ഇനി നമ്മൾ നേരെ ഈ ഒരു സ്റ്റെപ്പ് കയറി. ഇനി ഹൈറ്റ് കുറവാണ്. ഇനി പാറയോട് ചേർന്ന് ഉള്ള സ്ഥലത്തെത്തി. നമ്മളിതുവരെ ഇങ്ങനെ നടന്ന് പോവുക. നടക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇങ്ങനെയൊക്കെ കയറുന്നവർക്കൊക്കെ നല്ല നമ്മുടെ പല സ്ഥലങ്ങളിലും ആട്ടിൻകാൽ സൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന സംഭവത്തിൻ്റെ ഇതാണ് കേട്ടോ. ആട്ടിൻകാൽ സൂപ്പ് കണ്ടോ, ഈ കാണുന്നതാണ് ആട്ടിൻകാൽ സൂപ്പ് എന്ന് പറയുന്നത്. ഇത് സൂപ്പിട്ട് കുടിക്കും. ഉണ്ടോ, ഇതാണ് കൊണ്ട് വിൽക്കുന്നതിന്. തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ആട്ടിൻകാൽ സൂപ്പൊക്കെ കിട്ടും, ഇഷ്ടം പോലെ കിട്ടും. ഇപ്പോൾ നമ്മളിവിടെ വരുമ്പം പുരാതനമായ എന്തൊക്കെയോ സംഭവമുണ്ട്. അതുകൊണ്ട് ഈ കാണുന്നതൊക്കെ ഒരു എന്തോ ബിൽഡിങ് ഉണ്ടായിരുന്നില്ലേ, കെട്ടിടമായിരുന്നു. അതൊക്കെ ഇപ്പം പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇതുപോലെ പാറകളൊക്കെ നട എല്ലാം പീസായിട്ടിരിക്കുക. എല്ലാ പാറകളും പീസായിട്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ മരത്തിലൊക്കെ പ്ലാസ്റ്റിക് പീസ് കൊണ്ടൊക്കെ വരുന്നുണ്ട്. പ്ലാസ്റ്റിക്കൊന്നും ഇവിടെ അലോഡല്ല. എന്തായാലും മനോഹരമായ ഒരു സ്ഥലമാണ്. ഇത് നെടുമങ്ങാട് ജംഗ്ഷന് എത്തുന്നതിന് മുമ്പ് തന്നെയാണ് ഈ ഒരു പാറയിലേക്കുള്ള വഴി. തിരിച്ചിട്ട് പാറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ പണ്ട് കണ്ടിരുന്ന പറങ്ങാണ്ടിയാണ്. ഇത് പിച്ചണ്ടിയാണ്. പിച്ചണ്ടി, ചെറിയ പിച്ചണ്ടി. ഇപ്പോൾ പറങ്കമൊക്കെ ഇപ്പോൾ എങ്ങും അങ്ങനെ കാണാനില്ല. എല്ലാം വെളിച്ചൻ്റെയൊക്കെ വരുന്നുണ്ട്. കണ്ടേ, നമ്മൾ വരുന്ന വഴിയൊക്കെയാണിത്. നല്ല മനോഹരമായ സ്ഥലമാണ്. കണ്ടേ, നമ്മുടെ സുരേഷ് നടന്ന് കയറി പോകുന്നുണ്ടല്ലേ. അവനിനെ ഏത് മലയും കുന്നൊന്നും ഒരു വിഷയമല്ല.
ആ ഇവിടെ കുളം ആ അത് അവിടെ പാറയടിയിൽ ഒരു കുളമുണ്ട്. ആണ്ടാ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഇതിനു മുമ്പ് ഇവിടെയൊക്കെ നല്ല മനോഹരമായ സ്ഥലങ്ങളായിരുന്നു. ആണ്ടെ ഈ പാറയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. താഴെ റോഡ് പോകുന്നത്. ഈ പാറയുടെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പാറയുടെ മുകളിലേക്ക് പോവുകയാണ്. ഇലമുളച്ചി ചെടിയുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് ഇലമുളച്ചി. അതുകൊണ്ട് ഇതേ സാധനം തന്നെയാണ് പുസ്തകത്തിൽ വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഈ വേരുകൾ കിളിച്ചിറങ്ങുന്നത്. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഇതിൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെ കണ്ടത് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ഈ പാറയോട് ചേർന്നുള്ള ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നത്. മൈക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ക്യാമറയൊക്കെ ഉണ്ട്. എപ്പോഴും ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ എൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. പരാൽപര ആത്മജ്യോതി വിദ്യാ ട്രസ്റ്റ് ജ്യോതിപീഠം, ശ്രീ മഹാ ആഞ്ജനേയ സ്വാമി ക്ഷേത്രം, തിരുച്ചിട്ടപ്പാറ, താന്നിമൂട്, ഇരിഞ്ചിയം, PO, നെടുമങ്ങാട്, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു പാറ. ഇതിൻ്റെ മുകളിൽ കണ്ട ഒരിക്കലും പറ്റാത്തൊരു കുളമുണ്ട്. അതുകൊണ്ട് ഈ കാണുന്നത് ഒരിക്കലും പറ്റാത്ത ഒരു കുളമാണ്. വേനൽ നല്ല കടുത്ത് കിടക്കുകയാണ്. മൃഗങ്ങൾക്ക് പോലും ഈ ഒരു ചൂട് അസഹനീയമായ സ്ഥലത്ത് ഇവിടെ വലിയൊരു കുളമുണ്ട്. പറ്റാത്തൊരു കുളമാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ സ്ഥലം. നെടുമങ്ങാട് പഞ്ചായത്തിലെ ഈ ഒരു ആഞ്ജനേയ ക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ കണ്ട നമുക്ക് പിന്നൊരു കുളം കാണുന്നുണ്ട്. ഇവിടെ വെള്ളം പറ്റാത്തൊരു സ്ഥലമാണ്. ഇവിടെയൊക്കെ ഇത്രയും ചൂടായിട്ട് ഇത്രയും വെള്ളം ഇവിടെ ഉണ്ട്. തിരുച്ചിട്ടപ്പാറയുടെ മുകളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് ക്ഷേത്രം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ 360 ആംഗിളിൽ ഒരുപാട് സ്ഥലം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ താമസിക്കുന്നവർക്ക് ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ. ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ക്ഷേത്ര സമുച്ചയം ഇതാണ്.
അപ്പോൾ ഇതാണ് ഈ കാണുന്ന പാറയുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ മനോഹരമായ ഈയൊരു ഭംഗി, വിശ്വാസം, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനം. ഇപ്പോൾ ആഞ്ജനേയ ക്ഷേത്രമെന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തെ ആഞ്ജനേയ പ്രതിഷ്ഠയാണ് ഈ കാണുന്നത്. ഇവിടെ ഫുള്ള് ക്യാമറ നിരീക്ഷണത്തിലാണ്. ഈ ഒരു പാറയുടെ അടിഭാഗത്തായിട്ടാണ് ഈ ഒരു ആഞ്ജനേയ വിഗ്രഹം ഇരിക്കുന്നത്, ഹനുമാൻ്റെ വിഗ്രഹം ഇരിക്കുന്നത്. അതിന് തൊട്ടടുത്തായിട്ടൊരു വലിയൊരു ആലുണ്ട്, അവിടെ തിരികല്ലുണ്ട്. എന്തായാലും ഈ ഒരു പാറ ഒരു ചരിഞ്ഞ പ്രതീതിയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു തിരുച്ചിട്ടപ്പാറ ആഞ്ജനേയ ക്ഷേത്രമെന്ന് പറയുന്ന ഈ സ്ഥലം. പണ്ടിവിടെ സന്യാസിമാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയാൻ ഇവിടെ ആരെയും കാണുന്നില്ല. എന്തായാലും നമുക്ക് ഓരോരുത്തർക്കും വന്ന് ഇവിടെ അനുഭവിച്ചറിഞ്ഞു പോകേണ്ട ഒരു സ്ഥലമാണ്. ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ ആളുകൾക്ക് ഇരിക്കാനും വന്ന് സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഈ ഒരു ഭാഗത്തുണ്ട്. അത്ഭുതമെന്ന രീതിയിൽ ഈ ഒരു പാറയൊക്കെ ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിൻ്റെ തൊട്ട് അടിയിലായിട്ട് ആണ് ഈ ഒരു വിഗ്രഹം ഉള്ളത്. ഈ ഒരു പാറയുടെ മുകളിൽ വരെ ആല് കളിച്ച് വയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ചക്ക വിളഞ്ഞത് നോക്കുന്നു സുരേഷ്. ചന്ദ്രയൊക്കെയാടാ ഇത് കൂടെയാണോ? ഇത് വരിക്കയാടാ. വരിക്കയാണ്. നല്ല വരിക്കാതെ എങ്ങനെ അറിയാം? അല്ല വരിക്കായിരിക്കുമല്ലോ. വരിക്കയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ മാത്രം കണ്ടുവന്നിരുന്ന ഒരു വണ്ടുണ്ടല്ലോ, ആ വണ്ടിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റി. ഓക്കെ, അതിൻ്റെ ഭംഗി നോക്കി. അതായത് ഈ തലയിൽ മഞ്ഞയുള്ള വണ്ട്, അതിനെ നമുക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് അത് കാണുന്നത്. നമ്മുടെ കരിവണ്ടുണ്ട്, കരിവണ്ട് ഫുള്ള് കരിവണ്ട്, പക്ഷേ ഇത് തലയിൽ മഞ്ഞയുള്ള ആ ഒരു വണ്ട്. ഈ ഒരു പാറയുടെ മുകളിൽ ഈ ആലുണ്ട്, പ്ലാവുണ്ട്, അതിനകത്ത് ചക്കയുണ്ട്, വെള്ളമുണ്ട്. ഈ പാറകളെല്ലാം ഒരുപാട് പാറകളിങ്ങനെ പൊട്ടി 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 ഈ പീസായിട്ടിരിക്കുകയാണ് എല്ലാ പാറകളും. നോക്കിയാൽ ഈ ഒരു പാറകളെല്ലാം പീസായിട്ടിരിക്കും ഇവിടെ. അതായത് പാറ തിരിച്ചിട്ടത് കൊണ്ട് ഇതിൻ്റെ അടിയിലുള്ള മണ്ണ് നിൽക്കുന്ന സ്ഥലത്താണ് ഈ മരങ്ങളൊക്കെ കിളിച്ചിരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. പാറ തിരിച്ചിടുമ്പോൾ മേളിലും മണ്ണുണ്ടല്ലോ, ആ മണ്ണിലാണ് ഈ വൃക്ഷങ്ങളെല്ലാം കിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള പാറയുടെ സൈഡിൽ കൂടെയാണ് ഇങ്ങനെ കയറി വരുന്നത്. ഈ പാറയൊക്കെ ഒക്കെ ഒരു വെട്ടിയെടുത്ത് വെച്ചേക്കുന്ന പോലെ ഇരിക്കുന്നു. ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്, ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. കള്ളിമുള്ളിച്ചെടിയുടെ പൂവാണ് ഈ കാണുന്നത്. നല്ല മഞ്ഞ, അതിനകത്ത് ചെറിയ വയലറ്റ് കളറുകൾ, നല്ല രസമുണ്ട്. ഈ ഒരു സ്ഥലത്ത് ഇല്ലാത്ത ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് തന്നെ പറയാം. കാരണം ഈ കള്ളിമുള്ളിൻ്റെ മുള്ളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ല. നോക്കി, ഒരു ചട്ടി പോലിരിക്കുന്ന പാറ. അല്ല, ഈ സൈഡിൽ നിന്ന് താഴോട്ട് വല്ലതും പോകല്ലോ. ഇവിടെയൊക്കെ ഒരു കൈവരിയൊക്കെ കൊടുക്കേണ്ടത്. ഇത്രയും ആൾക്കാരൊക്കെ വരുന്ന സ്ഥലത്ത് ഇവിടെ കൈവരിയൊക്കെ കൊടുത്തിരുന്നെങ്കിൽ നല്ലതാണ്. താഴെ റോഡ് കാണാം നമുക്ക്, ഇവിടെ നെയ്യത്ത് റോഡ്.
നമ്മൾ വന്ന അമ്മയുടെ വീട് ഈ ഒരു പാറയ്ക്ക് അടിഭാഗത്തായിട്ടാണ് ആ ഒരു വീട്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ഈ കൈവരിയൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. സുരേഷേ, നിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെ ഉണ്ടായി ഈ ഒരു പാറ? അടിപൊളി സെറ്റപ്പ് സൈറ്റ്, സൂപ്പർ പാറ. നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചതേ അല്ല, അപ്രതീക്ഷിതമായിട്ട് വന്നപ്പം കണ്ടൊരു ഡെസ്റ്റിനേഷനാണ് അല്ലേ? എല്ലാവരും വരിക, ഒരു കാഴ്ചകൾ കാണുക. അത് പാറ കുളം കെട്ടിയിട്ടൊക്കെ വന്നു, വെള്ളം ഉണ്ടാകുന്നത് വെള്ളമില്ല, സ്നാനക്കുളം വല്ലതും ആയിരിക്കും കേട്ടോ. അതായിരിക്കും അവർ ഉദ്ദേശിച്ചേക്കുന്നത്. എന്തായാലും അത്യാവശ്യമുള്ള സംഭവങ്ങളെല്ലാം ഇവർ ചെയ്ത് വരുന്നുണ്ട്. ഈ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ഈ തിരിച്ചിട്ടപ്പാറ എന്ന് പറയുന്ന ഈ ഒരു ആഞ്ജനേയ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ചകളും അതിൻ്റെ ചുറ്റുപാടും ഒക്കെയാണ് നമ്മൾ കണ്ടത്. ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ പ്ലാവുണ്ട്, മാവുണ്ട്, ചക്കയുണ്ട്, എന്ന് പറയേണ്ട എല്ലാ സംഭവമുണ്ട്. ഈ പാറയുടെ മുകളിൽ ആലുണ്ട്, പിന്നെ ഒരിക്കലും പറ്റാത്ത കുളമുണ്ട്. പക്ഷേ എല്ലാം ഇവിടെ നല്ല മനോഹരമായ ഒരു നല്ലൊരു അന്തരീക്ഷമാണ്. എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണാത്തവർ വന്ന് കാണുക. അപ്പോൾ നമുക്കിതുള്ള മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.